ഈ ആട്ടം പാട്ടം കൊണ്ടാട്ടമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇന്നത്തെ പാലക്കാട് സീരീസിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫെസ്റ്റിവൽ വൈബാണ്. അപ്പോൾ നമ്മൾ സോളോ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഫെസ്റ്റിവൽ വൈബിൽ നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാടിൽ നിന്ന് കുറച്ച് അടുത്തിരിക്കുന്ന പുളിനെല്ലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നടക്കുന്ന വേല എന്ന് പറഞ്ഞ ഫെസ്റ്റിവലാണ്. വേല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയും, കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. വേല എന്ന് പറയുന്നത് മേടമാസം വിഷു കഴിഞ്ഞ് 3-ാം പക്കം നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ വേല. ഈ വേല ദിവസം എന്താണെന്നാൽ നോർമൽ ഡേയ്സിൽ നമ്മൾ ഭക്തജനങ്ങൾ ദൈവത്തിനെ കാണാൻ വേണ്ടി ക്ഷേത്രങ്ങൾക്കുള്ളിൽ പോയി വണങ്ങാൻ പോകും. പക്ഷേ ഈ വേല ദിവസം ദേവനും ദേവിയും ഭക്തജനങ്ങളെ കാണാൻ വേണ്ടി പുറത്ത് വരുന്നതാണ് ഒരു ഐതിഹ്യം. അതിനു വേണ്ടിയാണ് എല്ലാവരും ഈ തെരുവിൽ ഡാൻസ് ഒക്കെ ചെയ്ത് പോകുന്നത്. അവരെ വെൽക്കം ചെയ്യുന്ന പോലെയാണ് ഈ ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യം ഒരു പക്കം ഉണ്ടായിരുന്നാൽ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന്, ഈ ഫെസ്റ്റിവലിന് വേണ്ടി എല്ലാവരും അവരുടെ നേറ്റീവിനെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ കാണുമ്പോൾ വളരെ ഹാപ്പി ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ചെറുപ്പത്തിലിരിക്കുമ്പോൾ പാലക്കാടിൽ പോകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ ആ ഫെസ്റ്റിവലിൻ്റെ ശരിക്കുള്ള മീനിങ് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഇതിൽ സോളോ സീസൺ 2 നമ്മളിത് ചെയ്യുന്ന കാരണം ഈ വേല എന്ന് പറഞ്ഞാൽ എന്താ, ഈ വേഷങ്ങളൊക്കെ എന്താണ് റീസൺ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വെളിച്ചപ്പാട് എന്ന് പറയുമ്പോൾ അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് കുറച്ച് പേടിയുണ്ടാകും. വെളിച്ചപ്പാട് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത് പോകാൻ അയ്യോ നമ്മൾ അവരുടെ സംസാരിക്കാനൊക്കെ പേടിയുണ്ടാകും. പക്ഷേ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് നമുക്കും ദൈവനും ദൈവം നടുവിലിരിക്കുന്ന ഒരു മീഡിയേറ്റർ എന്ന് പറയാം. അതാണ് വെളിച്ചപ്പാട്. അതെനിക്ക് മനസ്സിലായി. ഇപ്പോൾ കുറേ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് കാണാൻ വളരെ രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഫെസ്റ്റിവൽ കാണാൻ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നാണ്, ഞാൻ ഇതിൻ്റെ പ്രീവിയസ് എപ്പിസോഡുകളിൽ സോളോ സീസൺ 2 ഞാൻ ആണുങ്ങളെ കാണാൻ വേണ്ടി കുറേ കാട് മേടൊക്കെ തിറങ്ങിപ്പോയി. പക്ഷേ ഇവിടെ 5 ആണുങ്ങൾ ഞാൻ സ്ട്രേറ്റായി കാണുമ്പോൾ എനിക്ക് വളരെ ഹാപ്പി ഉണ്ടായിരുന്നു. 5 ആണുങ്ങളുടെ മുകളിലും നമ്മളുടെ ദേവൻ ദേവീൻ്റെ സ്റ്റാച്ചു ഒക്കെ എടുത്തിട്ട് പോകുമ്പോൾ വളരെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വേഷങ്ങൾ, ഈ വേഷങ്ങളൊക്കെ വന്ന് ശരിക്കുമുള്ള ഇപ്പോൾ നമ്മൾ കുറേ ബുക്സൊക്കെ വായിച്ചിരിക്കും. ആ ബുക്സിൽ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് സ്ട്രേറ്റായി വന്നാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെ അവരുടെ വേഷങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു. നോർമലായിട്ട് വന്ന് എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടയർഡാകും. പക്ഷേ ഈ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ മോർണിംഗിലിരുന്ന് രാത്രി വരെ അവരുടെ എനർജി കാണുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. അത്ര വളരെ സൂപ്പറായ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേഷനായി അവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ വന്ന് ഇപ്പോൾ നോർമലായി ഒരിടത്തേക്ക് പോകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രം എൻജോയ് ചെയ്യും. പക്ഷേ ഇവിടെ പോകുമ്പോൾ പല ദേശങ്ങളിൽ ഇരുന്നിട്ട് പല ആൾക്കാർ വന്ന് പല ബാൻഡായിട്ട് വന്നിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവിടെ പെർഫോം ചെയ്യുമ്പോൾ അവരുടെ വെയിറ്റ് ഇപ്പോൾ നോർമലായി നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ പോകുമ്പോൾ എൻ്റെ ക്ലാസ്സാണ് ബെസ്റ്റ്, നിൻ്റെ ക്ലാസ്സാണ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ പോലെ അവിടെ ഞങ്ങളുടെ നാട്ടിലിരിക്കുന്ന ഈ ടീമാണ് ബെസ്റ്റ്, ആ ടീമാണ് ബെസ്റ്റ്, കുറേ ടീമായി വന്ന് അവിടെ പെർഫോം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്കും പോയി ഡാൻസ് ആടാൻ തോന്നി. സോ ഞാനും പോയി ഡാൻസ് ഒക്കെ ചെയ്തു. കാണുന്നവരിന് ഒരു ഡൗട്ട് ഉണ്ടാകും, എവിടെ ഡയറക്റ്റായിട്ട് സംസാരിക്കേണ്ട വെറുതെ വോയിസ് മാത്രമേ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുമല്ലോ ഈ ഫെസ്റ്റിവൽ എത്ര സെലിബ്രേഷനുണ്ട്. ഈ സെലിബ്രേഷൻ ഞാനും ചേർത്ത് എൻജോയ് ചെയ്തിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി വെറുതെ വോയിസ് മാത്രം പറയുന്നുണ്ട്. എൻ്റെ സെലിബ്രേഷൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായി കാണിക്കാൻ പറയാം.
സോ ഈ വേലാണ്ട പ്രധാനമായിട്ട് ദേവനും ദേവിയും തിരിച്ച് അമ്പലത്തിൽ കയറുമ്പോൾ നടക്കുന്ന ഒരു സൂപ്പറായ പരിപാടി തന്നെ ഈ വെടികെട്ട്. വെടികെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിരിക്കും, നോർമൽ വെടികെട്ടില്ല, അടിപൊളി വെടികെട്ടാണ്. ഈ ഫയർ വർക്ക്സ് കേട്ടിട്ട് ചെവി പോയി എന്ന് പറയാം. കുറച്ച് നേരം കഴിഞ്ഞ് ശരിയായി. പക്ഷേ ഇത് കാണാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് വളരെ സൂപ്പർ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവലിൽ തന്നെ നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ട്, നമ്മളുടെ ഊരിൽ എത്ര ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ബിക്കോസ് അത്ര തിരക്കുണ്ടായിരുന്നു, വളരെ സൂപ്പറുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ ഫെസ്റ്റിവൽ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യണം. നെക്സ്റ്റ് പ്രാവശ്യം ഇത് നടക്കുമ്പോൾ നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്യും. പാലക്കാട് സീരീസ് തുടങ്ങുന്ന മുമ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഒരു പ്ലേസ് വാല്യൂ ആവുന്നത് അവിടെ ഇരിക്കുന്ന ഫുഡ്, ആർട്ട്, കൾച്ചർ ആൻഡ് ട്രഡീഷൻ എന്ന് പറയുമ്പോൾ. നമ്മൾ ഫുഡൊക്കെ പോയി നോക്കി. ആർട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് മൈൻഡിൽ വരുന്നത് ഡാൻസാണ്. ഈ ഡാൻസ് ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡിൽ വരുന്നത് കഥകളി ഡാൻസ്. ഈ കഥകളി ഡാൻസ് എന്ന് പറയുമ്പോൾ ചെറിയ ആൾക്കാരിന് വലിയ ആൾക്കാർ എല്ലാവർക്കും ഈ കഥകളി ഡാൻസ് എന്ന് അറിയും. പക്ഷേ കണിയാർ കളി എന്ന് പറഞ്ഞ ആർട്ട് ഫോം നിങ്ങൾക്ക് അറിയും. ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാരിന് കണിയാർ കളി ഇതെന്ത് എവിടെ കേട്ടപ്പോൾ ഉണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല, നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഈ കണിയാർ കളി എന്നാൽ എന്ത്, അത് എപ്പോൾ നടക്കും, അതിൽ എന്തൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നുണ്ട്. ഞാൻ വളരെ ഈഗറായിട്ട്, നിങ്ങൾ ഈഗറായിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാം. കമോൺ. അപ്പോൾ ഞാൻ മുമ്പിലേ പറഞ്ഞ പോലെ നമ്മളിൽ പല പേരൊന്നും അറിയാതെ ആ കന്യാർ കളി എന്താണെന്ന്, അത് എങ്ങനെ തുടങ്ങി, ഇതൊക്കെ നമ്മൾ സംസാരിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ 2 ആൾക്കാരുണ്ട്. നമ്മുടെ വട്ടകളി ആസൻ ഹരിദാസ് സാർ ആൻഡ് ഈ കന്യാർ കളി കളിക്കുന്ന രാകേഷ്, എൻ്റെ പേരിലിരിക്കുന്ന ഒരാട്ടനാണ്. സാർ 2 പേർക്ക് നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാൻ ആദ്യം എവിടെ നിന്ന് തുടങ്ങുന്നത് എനിക്കറിയില്ല. ഫസ്റ്റ് ഞാൻ കന്യാർ കളി അങ്ങനെ പറഞ്ഞത് എന്താണ്? കണ്ണിയാർ കളി എന്ന് വെച്ചാൽ, കണിയാരം എന്ന് വെച്ചാൽ മുള എന്നാണ് അർത്ഥം. മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടുണ്ടായിരുന്നൊരു ജീവൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ മേടമാസം, നമ്മൾ വിഷു ആഘോഷിക്കുന്ന മേടമാസമാണ്. മേടമാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവത്സരമാണ്. അപ്പോൾ ഈ പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ മേടമാസം മുതൽ നടക്കുന്ന ഒരു ആചാരപരമായൊരു അനുഷ്ഠാനമാണ് കണ്ണിയാർ കളി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഭഗവതിക്കാവുകളിൽ പണ്ട് കാലങ്ങളിൽ കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിൽ കളിക്കുമായിരുന്നു. അപ്പോൾ അത് ഭഗവതിക്കാവുകളിലേക്ക് അനുഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് ഒരു അടിസ്ഥാനപരമായിട്ട് നടത്തുന്നൊരു ആചാരമാണ് കണ്ണിയാർ കളി. അതാണ് തുടക്കം എന്നുള്ള രീതിയിൽ കണ്ണിയാർ എന്ന് പേര് വരാൻ കാരണം. കണിയാരം എന്നുള്ള പേരിൽ നിന്നാണ് കണ്ണിയാർ എന്നുള്ള പേര് വന്നത്. ഓക്കെ, സോ അങ്ങനെ വന്നു. അതുകൊണ്ട് ഇപ്പോൾ കണ്ണിയാർ കളി കളിക്കുമ്പോൾ ഇത് എങ്ങനത്തെ ഒരു ആർട്ട് ഫോമാണ്, ഇത് എങ്ങനെ ഉണ്ടാവും? അതായത് ഈ കണ്ണിയാർ കളി എന്ന് പറഞ്ഞാൽ 2 മേഖലകളെ കോർത്തിണക്കിയതാണ്. ഒന്ന് അനുഷ്ഠാനപരമായൊരു കലയും ഒന്ന് വിനോദപരമായൊരു കലയും. അതായത് അനുഷ്ഠാനപരമായ കല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭഗവതി സ്തോത്രങ്ങൾ, തോറ്റമ്പാട്ടുകൾ പോലുള്ള ഭഗവതി സ്തോത്രങ്ങളൊക്കെ പാടില്ലേ,
അതേപോലെ വരികൾ ചേർത്ത് പല സ്ഥലങ്ങളിലും പല വരികളായിരിക്കും, പല ഭഗവതിമാരെ സ്തുതിച്ചുകൊണ്ട് ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള വരികളായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വിനോദപരമായിട്ട് പൊറാട്ട് നാടകം കൂടെ ഉൾപ്പെടുത്തിയാണ് കണ്ണിയാർകളി. കാരണം ഈ തൊറ്റമ്പാട്ടുകൾ അല്ലെങ്കിൽ ഭഗവതി സ്തോത്രങ്ങൾ മാത്രം ഉൾക്കൊണ്ടതല്ല, എല്ലാം കൂടെ ഉൾക്കൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ രസിപ്പിച്ചുകൊണ്ട് കൂടെയുള്ള ഒരു കലയാണ് കണ്ണിയാർകളി. സോ അപ്പോൾ ഇതിന് ഇത്ര മെമ്പേഴ്സ് തന്നെ ഇത് വന്ന് പ്ലേ ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾ റൂൾസ് ഒക്കെ ഉണ്ടോ? അതായത് ഈ വട്ടക്കളിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര പേര് വേണമെന്ന് ഇല്ല. പക്ഷേ വട്ടക്കളിക്ക് അനുഷ്ഠാനപരമായിട്ട് കുറച്ച് കൃത്യമായ എണ്ണങ്ങളുണ്ട്. അതായത് കൊട്ടാനൊരാൾ വേണം, ചെണ്ട, താളം, മദ്ദളം, ചേങ്ങില, ചിലയിടങ്ങളിൽ തിമില ഉപയോഗിക്കാറുണ്ട്, ചിലയിടങ്ങളിൽ കുഴൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് പല ദേശങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് പല സ്ഥലത്തും പലതായിരിക്കാം. അതേപോലെ പൊറാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ചെണ്ടയും താളമാണ് പൊറാട്ടിൽ ഉപയോഗിക്കുക. സോ ഇപ്പോൾ എന്നാൽ കൂടുതൽ ഇതിന് ഇൻഫർമേഷൻ നമുക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ണിയാർകളിൽ നിന്ന് എന്ത് പറഞ്ഞ് നമ്മൾ തെരഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഇത് അറിയാത്തത് എന്ത് റീസണായി ഉണ്ടാവും? എന്താ ഇത് കുറേ? അതായത് കണ്ണിയാർകളി എന്ന് വെച്ചാൽ നമ്മൾക്ക് ബാക്കി എല്ലാ കലകളും ഈ വരമൊഴിയാണ്, എഴുതി അടുത്ത ആൾക്ക് പകർന്നു കൊടുക്കുന്നതാണ്. എന്നാൽ കണ്ണിയാർകളി എപ്പോഴും വാമൊഴിയാണ്. അതായത് ഞാൻ പാടുന്നത് കേട്ടാണ് എൻ്റെ അടുത്ത തലമുറ പഠിക്കുന്നത്. ഞാൻ ഒരിക്കലും എഴുതി കൊടുക്കുകയല്ല അവർക്ക്. അതേപോലെ കാലാനുസൃതമായിട്ട് എഴുതി കൊടുക്കാതെ കേട്ട് കേൾവിയിൽ വന്ന വരികളും പാട്ടുകളുമാണ് കണ്ണിയാർകളിയായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എത്രാമത്തെ ജനറേഷനായിട്ട് ഈ അതായത് കണ്ണിയാർകളി എപ്പോൾ ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായൊരു ഉത്തരം ഉണ്ടാവില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കാരണം കണിയാരം എന്ന് വെച്ചാൽ മുള എന്നാണ്. മുള എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടായതെന്നാണ്. ഇതിൽ പല രീതിയിൽ പറയപ്പെടുന്നുണ്ട്. കഥകളിക്കും 400 വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഭവിച്ച കലയാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ മാക്സിമം പാലക്കാടിൽ മാത്രം തന്നെ കണ്ണിയാർകളി കളിക്കും. അതെ, പാലക്കാട് ജില്ലയിൽ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയവയാണ് കണ്ണിയാർകളി. അതിനെ താണ്ടി പുറത്ത് പോയാൽ നമ്മൾ അല്ല, അങ്ങനെയില്ല. കാരണം ഈ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ നമ്മൾ പുറത്തു പോയി അവതരിപ്പിക്കാറുണ്ട്. കാരണം ഇതൊരു ഫോക്ക് ആർട്ടാണ്, അതുകൊണ്ട് തന്നെ പുറത്തു പോയി അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ പ്രസൻറ്റ് ജനറേഷൻ ഇരിക്കുന്ന ആൾക്കാർ ഈ ആർട്ട് ഫോം ഒന്ന് പഠിക്കണം എന്ന് ആശിച്ചാൽ എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും? അതായത് ഇപ്പോൾ എല്ലാ ഈ കണ്ണിയാർകളി നടക്കുന്ന സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്നൊരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പഴയ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയും. ഇപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു പറയും. എന്നാൽ ഇന്ന് ഇപ്പോൾ പ്രസൻറ്റ് ജനറേഷൻ ഇതിലോട്ട് കുറച്ചും കൂടെ താല്പര്യം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിൽ നമുക്ക് കാണാം, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളി വരുമ്പോൾ അത് കാണാം. നെക്സ്റ്റ് ജനറേഷനൊക്കെ അതിനോട് താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. കാരണം അതിൻ്റെ മ്യൂസിക്കായാലും അതിൻ്റെ ഡാൻസ് ഫോം ആയാലും ഒക്കെ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. സോ അപ്പോൾ അവർ പഠിക്കാൻ നിങ്ങൾക്ക് ടീച്ചിങ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്? അതെ അതെ. കാരണം എല്ലാ ദേശങ്ങളിലും ഈ കണ്ണിയാർകളി ആരംഭിക്കുന്നതിന് മുമ്പ് കളി കുമ്പിടുക എന്നൊരു ചടങ്ങുണ്ട്, കളി പഠിപ്പിക്കുക. അപ്പോൾ അതിനെ ഇടക്കളി എന്നാണ് പറയുക. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ കുംഭമാസത്തിൽ വ്യാഴാഴ്ച, ആദ്യത്തെ വ്യാഴാഴ്ചയാണ് കളി കുമ്പിടുക. സോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കണ്ണിയാർകളി മേക്കപ്പ് പ്രോസസ്സിലാണ്. ഹായ്, നിങ്ങളുടെ പേര്? ശിവദാസ് എന്നാണ് എൻ്റെ പേര്. ഓക്കെ ഏട്ടാ, നിങ്ങൾ എത്ര കൊല്ലമായിട്ട് ഈ കണ്ണിയാർകളി മേക്കപ്പ് ഒക്കെ ഇടുന്നത്? ഒരു 40 വർഷമായിട്ട്. 40 കൊല്ലമായിട്ട്.
ഓക്കെ, പണ്ടത്തെ സ്റ്റൈൽ തന്നെ ഇപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? വേഷങ്ങളൊക്കെ അതേ തന്നെയാണ്, പക്ഷെ അതിൽ മെറ്റീരിയൽസ് മാത്രം നമ്മൾ വേറെ വേറെ കുറച്ചൊക്കെ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇടുന്ന ഇവരുടെ മേക്കപ്പ് ഇപ്പം എന്ത് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾ? ഫേസ് വർക്ക് നമ്മളത് പെൺവേഷമാക്കി മാറ്റാൻ പോകും. പെൺവേഷം? വേണ്ട, ആൺകുട്ടി പെണ്ണാക്കി മാറ്റാൻ പോകും. അപ്പോൾ നമ്മളൊരു ആൺകുട്ടിയെ പെണ്ണായി നോക്കാൻ പോകുന്നുണ്ട്, അതിനാണ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എത്ര സമയം എടുക്കട്ടെ അത് ചെയ്യാൻ? ഇതൊരു 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ എടുക്കും, അതിന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ 1 മണിക്കൂറിൽ നമ്മൾ സൂപ്പറായ ഒരു കളർ കാണാം. അപ്പോൾ ഞാൻ ഈ സ്പോട്ടിൽ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കണ്ണിയാർക്കളിന് വേണ്ടി ഡെക്കറേഷനൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ വളരെ സൂപ്പറായിട്ടായിരുന്നു. ബിക്കോസ് നിങ്ങളുടെ ആശാനും അവിടെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഫുള്ളായി കട്ടുന്നൊക്കെ നൈസ് ആയിരുന്നു. ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫോണൊക്കെ വന്നു, എല്ലാവർക്കും വിളിച്ച് നമ്മൾ പറയാം ഇപ്പോഴാണ് ഷോ തുടങ്ങാൻ പോകുന്നത്. ഇത് ഒരു 30 years 20 years ബിഫോറൊക്കെ നിങ്ങൾ എങ്ങനെ ആൾക്കാരനൊക്കെ വിളിക്കും? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരംഭിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ നമുക്ക് കൗണ്ട്ലെസ് ഇയേഴ്സ് തന്നെ പറയേണ്ടി വരും. പണ്ടത്തെ കാലത്ത് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട്, പണ്ട് ഈ പറഞ്ഞ പോലെ ഫോൺ സൗകര്യങ്ങളോ വേറെ ഒന്നുമില്ലല്ലോ. കഥന, ഈ അമ്പലത്തിലെ കഥന പൊട്ടിക്കും. അതേപോലെ നമ്മളിപ്പോൾ കണ്ണിയാർകളി ആരംഭിക്കുന്നതിന് മുമ്പ് ആള് കൂടാൻ വേണ്ടി കഥന വെക്കും. അതായത് ആൾക്കാർ വരാൻ വേണ്ടി കഥന വെക്കും. അതിന് ഇത്ര കഥന വെച്ചാൽ വരും അങ്ങനെ? ആദ്യം 3 കഥന പൊട്ടുന്നത് ആള് കൂടാനാണ്. അത് ആൾക്കാർക്ക് അറിയാം, പണ്ടത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ 3 കഥന ആള് കൂടാനാണ്. പിന്നത്തെ 3 കഥന കേളി ആരംഭിക്കുമ്പോഴാണ്. പിന്നത്തെ 3 കഥന കളി കുമ്പിട്ടു എന്നുള്ളതിന്റെ സിഗ്നലാണ്. മൊത്തം 9 കഥന. അത് കഴിഞ്ഞ് ഓരോ പൊറാട്ട് വരുമ്പോഴും 3 കഥന വയ്ക്കും. ഓക്കെ, സോ അപ്പോൾ ഇനിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ മേക്കപ്പ് നോക്കി, മേക്കപ്പിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ബോയ് ആണ് ഗേൾ വേഷം ഇടുന്നത്. ഇപ്പോൾ ഇൻ കേസ് വന്ന് ആരെങ്കിലും ഒരു ഗേൾ വന്നിട്ട് ശരിക്കും ഇത് ഫ്യൂച്ചറിൽ ഞാൻ ചെയ്ത് നോക്കണം എന്ന് ആശിച്ച അങ്ങനെ ചാൻസസ് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം പണ്ടത്തെ കാലങ്ങളിൽ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ബോയ് ഇപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചല്ലോ. ഈ പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അത്രയെങ്കിലും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടം നമ്മൾ മാറി. ഇപ്പോൾ കണ്ണിയാർകളി ആയാലും ഫോക്ലോർ അക്കാദമി മുഖാന്തരം പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾ പഠിക്കുന്നുണ്ട്, പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രോഗ്രാംസ് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കണ്ണിയാർകളിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഇനി ഗേൾസും നോക്കാം. അതെ, കാരണം പണ്ട് കാലങ്ങളിൽ കഥകളി ആണുങ്ങൾ മാത്രമേ കെട്ടിയാടി, ഇപ്പോൾ സ്ത്രീകൾ കെട്ടിയാടാൻ തുടങ്ങി. അതേപോലെ തന്നെ കണ്ണിയാർകളിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ മാറ്റം കാണാൻ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ണിയാർകളി കാണാം. ശരിക്കും ഒരു ആർട്ട് ഫോം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ശേഷം മറ്റൊരാളിനെ അത് പഠിപ്പിക്കണം. അപ്പോൾ തന്നെ ആർട്ട് നെക്സ്റ്റ് ജനറേഷനിൽ പോകും.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കുറേ ആൾക്കാരിനെ അറിയാത്ത കണിയാർ കളി എന്താണെന്ന് ഞങ്ങൾ ഒന്ന് കാണിച്ചു തന്നു. ഈ ആർട്ട് ഫോം നിങ്ങൾക്ക് പഠിക്കുന്നത് ആശിച്ചാൽ നിങ്ങൾ ഷുവറായിട്ട് പാലക്കാടിൽ ഇവിടെ വന്ന് നിങ്ങൾ പഠിക്കാം. ഓക്കെ, തീർച്ചയായും നിങ്ങളെ സൂപ്പറായ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ വരാം. ആൻഡ്രോയിഡ് രാകേഷ്, ഇത് സോളോ സീസൺ 2 പാലക്കാട് സീരീസ്. ഈ തോൽപ്പാവ് കുത്തുന്ന എന്താ, ഇതിന് എന്തൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളുടെ സോളോ സീസൺ 2 ചുറ്റിക്കാണാം.